നമസ്കാരം. കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം സ്ത്രീധനം വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലാണ്. ഇതിന് ആസ്പദമായ ഒരു സംഭവം കൊല്ലം ജില്ലയിൽ വിസ്മയ എന്നൊരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതാണ്. തുടർന്ന് നിരവധി മരണങ്ങൾ, അതിൻ്റെ അടുത്ത ദിവസങ്ങളിലും ചില സ്ത്രീധന പീഡന മരണങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിലും നമ്മുടെ മാധ്യമങ്ങളിലും മറ്റെല്ലാം അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഈ സ്ത്രീധനം, ഇതിനു മുമ്പും അങ്ങനെ ഒരു നിയമമുണ്ട്, സ്ത്രീധനം കുറ്റമാണ്, അത് കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റാർഹമാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. എങ്കിലും ഇപ്പോഴും അതൊരു പറഞ്ഞു പഠിപ്പിച്ച നാട്ടുനടപ്പ് പോലെ നമ്മുടെ നാട്ടിൽ തുടർന്നു വരികയാണ്. എങ്ങനെയാണ് ഇതിനൊരു അവസാനം കണ്ടെത്തുക? പെൺമക്കളുള്ള എല്ലാ മാതാപിതാക്കളുടെയും ഒരു വല്ലാത്ത ചിന്ത, അവരെ ദുഃഖിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം തന്നെയായി മാറുകയാണ് ഇത്. ഇപ്പോഴിതാ തത്വമൈ ന്യൂസിൻ്റെ ഈ വേദിയിലേക്ക് പ്രശസ്ത ചലച്ചിത്ര താരവും അതുപോലെ BJP നേതാവുമൊക്കെയായ ശ്രീ കൃഷ്ണകുമാർ, അദ്ദേഹം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയാണ്. എല്ലാത്തിലും പുരുഷനോടൊപ്പം സ്ത്രീകൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് സ്ത്രീധനം പോലുള്ള ചില കീഴ്വഴക്കങ്ങൾ ഇനിയും നമ്മൾ വച്ചു പൊറുപ്പിക്കണോ എന്ന ചോദ്യത്തോട് തന്നെയാണ് അദ്ദേഹം തുടങ്ങുന്നത്. പ്രത്യേകിച്ചും 4 പെൺമക്കളുടെ പിതാവായ തന്നെയും ഈ ഒരു വിഷയം വളരെയധികം അലട്ടുന്നുണ്ട്. എല്ലാത്തിലും നമ്മൾ മുന്നേറി എന്ന് അവകാശപ്പെടുമ്പോഴും നമ്മൾ താഴോട്ട് പോകുന്ന കാഴ്ചയാണ് ഇത്തരത്തിലുള്ള ചില സംഭവങ്ങളിലൂടെ നമുക്ക് കാണാനാകുന്നത് എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും കൃഷ്ണകുമാറിൻ്റെ വാക്കുകളിലേക്ക്. നമ്മളെല്ലാവരും ഇന്ന് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കാണുന്നൊരു കാഴ്ച എന്ന് വെച്ചാൽ സ്ത്രീധന സംബന്ധമായ മരണങ്ങൾ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ ഇതൊരു നിത്യസംഭവമായിക്കൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരെയും വളരെയധികം വിഷമിപ്പിക്കുന്നൊരു കാര്യം തന്നെയാണ്. എനിക്കുണ്ട് വീട്ടിൽ 4 മക്കൾ. അപ്പോൾ നമ്മളൊക്കെ ഇതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു സാധാരണ നമ്മൾ പറയും നമ്മുടെ സമൂഹം പുരോഗമിക്കുന്നു, മുന്നോട്ട് പോകുന്നു എന്നൊക്കെ. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ മാത്രം വളരെയധികം നമ്മൾ താഴോട്ടാണ് പോകുന്നത്. ഇതിന് നമ്മളെല്ലാവരും ഒന്ന് ഒരുമിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ വേദനിക്കേണ്ടല്ല, മറ്റുള്ളവരുടെ വീട്ടിൽ സംഭവിക്കുമ്പോഴും ഒരു വിസ്മയം സംഭവിക്കുന്ന പോലെ തന്നെയാണ് മറ്റ് വിസ്മയങ്ങൾ. എത്രയോ വിസ്മയങ്ങൾ അറിയുന്നില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാവരും. നമുക്ക് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അപ്പോൾ ഒന്ന്, ഇതിനെതിരെ ആവുന്ന വേദികളിലെല്ലാവരും നമ്മൾ പ്രതികരിക്കുക, സംസാരിക്കുക. സ്ത്രീധനം എന്നൊരു സംഭവം ഇന്ന് ആവശ്യമില്ല. കാരണം ഒരു പെൺകുട്ടി ഒരു പയ്യനെ കല്യാണം കഴിക്കുന്നു. ഇന്ന് ആണുങ്ങൾക്കൊപ്പം തന്നെ എല്ലാ ജോലികളും ചെയ്യുന്ന സ്ത്രീകളും അതുപോലെ ഒപ്പം വന്നിരിക്കുകയാണ്. പണ്ടൊരു കാലത്തെ സംവിധാനം എന്താണ്, എങ്ങനെയാണ് ഈ സംഭവം വന്നതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഇന്നൊരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ഈ സ്ത്രീകൾ വരുമ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് കുറച്ച് ധനവുമായിട്ട് വരിക എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമോ. പലരും ചോദിച്ചു, എന്നാൽ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ചെക്കനാണല്ലേ, ആണിനെ കൂട്ടി പെണ്ണിൻ്റെ വീട്ടിൽ പോയി താമസിച്ചാൽ എന്താ? അപ്പം ഈ പ്രശ്നങ്ങൾ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഒന്നേ പറയാനുള്ളൂ, ധാരാളം സ്ത്രീ സംഘടനകളൊക്കെ ഇന്നുണ്ട്. നമുക്ക് നിയമനിർമ്മാണത്തെപ്പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്കൊരു വിഷയം വന്നാൽ അവർക്ക് സഹായിക്കാനായിട്ട് അതൊരു ദുരന്തമായി പോയി. കാരണം വെച്ചാൽ നമ്മൾ പലതും കണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നിടത്ത് പോലും അവർക്ക് സഹായത്തിന് പകരം ദുഃഖമാണ് അവിടെ നിന്ന് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്നുമല്ല നമുക്കാവശ്യം. സ്ത്രീകളെല്ലാവരും ചിന്തിക്കുക, പെൺമക്കളുള്ള മാതാപിതാക്കൾ ചിന്തിക്കുക, ഈ സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള എല്ലാവരും ചിന്തിക്കുക. ഇതിനൊരു പരിഹാരം നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഇതൊരു വലിയ വിപത്താണ്, ഒരു ക്യാൻസർ പോലെയാണ്. ഇതിനെ നമുക്ക് തൂത്തെറിയേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ പരിഹാര മാർഗങ്ങളുണ്ടോ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഹെൽപ്പ് ലൈൻസ് ധാരാളം വരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് സർക്കാരും അതുപോലെ തന്നെ ഇവിടുത്തെ NGOs ഉണ്ട്, എല്ലാവരും ഇതിനെപ്പറ്റി ചിന്തിക്കുക. നമ്മുടെ വീട്ടിലെ ഓരോ സഹോദരിമാരും സന്തുഷ്ടയായിരിക്കണം, സുരക്ഷിതയായിരിക്കണം. ഇനി ഒരിക്കലും കേരളത്തിൽ ഇത്തരം മരണങ്ങളെപ്പറ്റിയുള്ള വാർത്തകൾ വരാതിരിക്കട്ടെ. എല്ലാ പെൺകുഞ്ഞുങ്ങൾക്കും, വളർന്നു വരുന്ന എല്ലാ പെൺകുട്ടികൾക്കും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും ഇപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരാഴ്ചയായി കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ. അത് വേണമോ വേണ്ടയോ, നിയമം മൂലം നിർത്തലാക്കിയ ഒരു സംഭവമാണ് സ്ത്രീധനം. എങ്കിലും ഇപ്പോഴും അത് കൊടുക്കൽ വാങ്ങൽ നാട്ടിൽ ഒരു കീഴ്വഴക്കം പോലെ നടക്കുന്നു. ഈ ഒരു വിഷയത്തിൽ തത്വമൈ ന്യൂസിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പ്രതികരിക്കുകയായിരുന്നു പ്രശസ്ത നടനും അതുപോലെ BJP നേതാവുമായ കൃഷ്ണകുമാർ. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വീട്ടിലുള്ളവർ തന്നെ ആദ്യം ഈ ഒരു തീരുമാനമെടുക്കണം. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അയപ്പിക്കുമ്പോൾ ഇത്ര പണം അല്ലെങ്കിൽ ഇത്ര സ്വർണം കൂടി നൽകിയേ അയക്കാവൂ എന്നുള്ളൊരു കീഴ്വഴക്കം, അത് നിർത്തലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇനിയും ഒരുപാട് വിസ്മയമാരുടെ കണ്ണുനീർ വീഴുന്ന നാടായി കേരളം മാറും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.